ഹലോ നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പാല് അല്ലെങ്കിൽ 100 ml. പിന്നെ നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഇത് ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് ബട്ടർ, ബേക്കിംഗ് പൗഡർ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇടാം. 1/2 കപ്പാണ്, ഞാൻ നിറച്ചെടുത്തിട്ടില്ല. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 20 ഗ്രാം ബട്ടറാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ എപ്പോഴും മെൽറ്റ് ആവാത്ത ബട്ടറാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഈ ബട്ടർ ഇതുപോലെ ഉടച്ച് ഈ പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. കുറച്ച് പാലൊഴിച്ചാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. നമ്മളിത് ചപ്പാത്തിക്ക് എടുക്കുന്നത് പോലെ അതിനേക്കാട്ടിൽ കുറച്ചുകൂടെ കട്ടിയിലാണ് ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. വെള്ളം കൂടി പോകരുത്, ഇതിനകത്തിലെ പാല് കൂടി പോകരുത്. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഈ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഞാനിവിടെ മൈക്രോവേവ് കൺവെക്ഷനിലുള്ള അവനാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൺവെക്ഷൻ മോഡിൽ പ്രസ് ചെയ്തിട്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇത് ഞാൻ പകുതി സ്റ്റൗവിലും പകുതി അവനിലുമാണ് ബേക്ക് ചെയ്യുന്നത്. സ്റ്റൗവിൽ ഞാനൊരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അവനിൽ വെക്കുന്ന പാത്രമാണ്. ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ബട്ടർ മതി. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റൗവിൽ വെക്കുന്ന പ്ലേറ്റാണ്. ഒരു പ്ലെയിൻ പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് വളരെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ മാവ് 2 ചപ്പാത്തി ഉണ്ടാക്കുന്ന സൈസിൽ എടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഈ പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തിയെക്കാട്ട് കുറച്ചുകൂടെ കട്ടിയിൽ പരത്തിയെടുക്കുക. ഒരുപാട് കട്ടി കൂടി പോവരുത്, കട്ടി കുറഞ്ഞും പോകാൻ പാടില്ല. അപ്പോൾ നമ്മളിതുപോലെയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇതിനകത്തൊരു കെമിക്കൽസും ആഡ് ചെയ്യുന്നില്ല. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും നമുക്ക് കഴിക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിത് പരത്തിയിട്ടുണ്ട്. ഏകദേശം ഈ കട്ടിയിലാണിത് പരത്തിയെടുക്കേണ്ടത്. ബേക്കായി വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്കിത് നല്ലതുപോലെ ഈ കട്ടിയിൽ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വൃത്തിയുള്ള അടപ്പെടുത്തിട്ട് ഇതുപോലൊന്ന് സർക്കിളിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ കറക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഞാനിതിൽ 1/2 കപ്പ് നിറച്ച് പഞ്ചസാര എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്യാം. ഇനി കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മാവ് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ എല്ലാം പരത്തിയെടുക്കണം. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അതിന് ബേക്ക് ചെയ്യാനുള്ള സ്പേസ് വേണം. അതിനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ടൂത്ത് പിക്ക് എടുത്തിട്ട് ഷാർപ്പ് എഡ്ജല്ല, അതിന് മറ്റേ എഡ്ജ് വെച്ചിട്ട് ഇതുപോലൊന്ന് കുത്തി കൊടുക്കണം. ഒരു ഡിസൈന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അവൻ പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഓരോ അവനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു 10 മിനിറ്റ് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 170 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് വെക്കുന്നത്. അത്ര ആവത്തില്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ ടൈമിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാനുള്ള പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. സ്റ്റൗവിൽ കുറച്ചും കൂടി സമയം എടുക്കുമായിരിക്കും. നമുക്ക് ഇതെല്ലാം ഓരോരുത്തരുടെയും ഫ്ലെയിമും ഓവനിലും ഡിപ്പെൻഡ് ചെയ്തായിട്ടായിരിക്കും ടെമ്പറേച്ചർ. പക്ഷേ ഞാനിത് ഒരു സ്റ്റൗവിൽ പാത്രത്തിൽ ഒരു തിരികെ വെച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാനിതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല ബേക്ക് ആകുമ്പോൾ ഒരു സ്മെല്ല് വരും. അന്നേരമാണ് ഞാൻ നോക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. അവനിലേത്
20-25 മിനിറ്റ് ആയപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് ബേക്കാവും. നമ്മൾ ഇത് ആദ്യം നോക്കുമ്പോൾ, ചൂടോടെ നോക്കുമ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് തണുത്തതിന് ശേഷമാണ് നല്ല ക്രിപ്സി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇത് സോഫ്റ്റാണെന്ന് വെച്ച് വീണ്ടും വെക്കരുത്. തണുത്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ക്രിപ്സി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം തണുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് സ്റ്റൗവിൽ വെച്ചതിൻ്റെ ഇത് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് അവനിൽ വെച്ച ബിസ്ക്കറ്റാണ്. ഇത് കറക്റ്റായിട്ട് എല്ലാം ബേക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചതാണ്. അതും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ 45 മിനിറ്റാണ് ഇതിന് സമയമെടുത്തത്. മറ്റേത് 25 മിനിറ്റുമാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക. നമുക്ക് നല്ലൊരു സ്നാക്കായിട്ട് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഞാൻ ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ളത്, ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.